ഹായ് ഹലോ. രാവിലെ നല്ല മഴയുണ്ട്. ആ മഴയുടെ തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു. എൻ്റെ കൂട്ടുകാരനുണ്ട്, അവൻ ഇപ്പോൾ അച്ഛനാണ്. പുള്ളിക്കാരനെയും കൊണ്ട് പള്ളിയിലൊന്ന് പോകാനായിരുന്നു. നമ്മുടെ പള്ളിയിലല്ല, വേറൊരു പള്ളിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കുർബാന അർപ്പിക്കാനായിട്ട്. രാവിലത്തെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പോകാനായിട്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്തായാലും രാവിലെ പള്ളിയിൽ പോകണം, അതിങ്ങനെ അങ്ങായി, ഒരാളുടെ സഹായം ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അച്ഛനെയും വിളിച്ച് ഞങ്ങൾ യാത്രയായി. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു എത്തണം, എനിക്ക് എവിടെ എത്തണം. ഇല്ല കുഴപ്പമില്ലടാ, 10 മിനിറ്റ് മുമ്പ് എത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ 10 മിനിറ്റ് മുമ്പേ ഞങ്ങളവിടെ എത്തിയായിരുന്നു. അത് പോകുന്ന വഴിക്കെല്ലാം നല്ല മഴ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വിഷമമുണ്ട്. ഇന്ന് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അത് വെള്ളത്തിലായി. ഈ ഞായറാഴ്ച ഒരു പ്രത്യേകമുണ്ട്. കൊല്ലം രൂപതയിലുള്ള എല്ലാ മതബോധന ക്ലാസ്സും തുടങ്ങുന്നത് ഇന്നായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കുർബാനയിൽ ഞാനും പങ്കുചേർന്നു. ഈ പള്ളി കുറച്ച് ഫേമസ് ആണ്. കൊല്ലം രൂപത വെച്ച് നോക്കുമ്പോഴും പുറത്തുള്ള വെച്ച് നോക്കുമ്പോഴും കുറച്ച് ഫേമസ് ആണ്. അന്തോണിസ് പുണ്യാളൻ്റെ പള്ളിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അച്ഛനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാനവിടെ നിന്ന് ഇറങ്ങി. നേരെ വീട്ടിൽ വരാതെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ചേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരെ എണ്ണിച്ച് എൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നു പറഞ്ഞ് കൂടെ ഇറങ്ങിയതായിരുന്നു. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊല്ലത്ത് പോയി. കൊല്ലത്തൊക്കെ പോയി തിരിച്ച് വന്ന് വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും ഞാൻ വീട്ടിൽ പോകാതെ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് തിരിച്ച് കറങ്ങി വീടെത്തിയപ്പോഴത്തേക്കും സമയം 4:45. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അങ്ങനെ നേരെ ഗ്രൗണ്ടിലോട്ട് പോയി. വെള്ളമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ചേട്ടന്മാരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നോക്കിയിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ചേച്ചിയൊക്കെ ആയിട്ട് കൊല്ലത്തൊക്കെ കറങ്ങി. അപ്പോഴാണ് അല്ലോട്ട് നമ്മൾ പറഞ്ഞത് കാരണം ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത്, അത് പക്ഷേ ഫ്ലോപ്പായി പോയി എന്നൊക്കെ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് മേടിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ആൽഫോർഡ് മീനോടും ബായ് പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവുകയാണ്. നൈറ്റ്